Rejoice, the Lord is King, your Lord and King adore. Mortals give thanks and sing and triumph evermore. Lift up your heart, lift up your voice, rejoice again, I say rejoice. Jesus the Savior reigns, the God of truth and love. When he had passed our stains, he took his seat above. Lift up your heart, lift up your voice, rejoice again, I say rejoice. His kingdom cannot fail, he rules o'er earth and hell. The keys of death and hell are to our Jesus given. Lift up your heart, lift up your voice, rejoice again, I say rejoice. He sits at God's right hand, till all his foes submit, and bow to his command and fall beneath his feet. Lift up your heart, lift up your voice, rejoice again, I say rejoice. Rejoice in glorious hope, Jesus the Judge shall come, and take his servants up to their eternal home. We soon shall hear the archangel's voice, God's trumpet shall sound out, rejoice. Warm greetings to all my viewers in the mighty name of our Lord and Savior Jesus Christ. Dear sisters and brothers, ഗലീലയിലെ നസ്രയത്തിൽ കന്യാമറിയാമിൻ്റെ അടുക്കൽ ചെന്ന് ദൈവദൂതനായ ഗബ്രിയേൽ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിച്ചതിനെ ഈ ഞായറാഴ്ച നാം സ്മരിക്കുന്നു. കന്യകമറിയാമിനോടുള്ള അറിയിപ്പ് അഥവാ അനൗൺസിയേഷൻ ടു വെർജിൻ മേരി. ദൈവകൃപയ്ക്ക് നാം എങ്ങനെ പ്രതികരിക്കണമെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ നവംബർ 24 ഞായർ പ്രവാസി ഞായറായി സഭ കണക്കാക്കുന്നു. ഡയാസ്പൊറ സൺഡേ. ഡയാസ്പൊറ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം സ്കാറ്റേർഡ് എന്നാണ്. ഉപജീവനത്തിനായും ഉപരിപഠനത്തിനായും മെച്ചമായ മേച്ചിൽപ്പുറങ്ങൾ തേടി കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ചിതറിപ്പാർക്കുന്ന ദൈവജനത്തെ ഓർക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമായി ഈ ഞായർ സഭ വേർതിരിച്ചിരിക്കുന്നു. അവർ സഭയ്ക്കും സമൂഹത്തിനും ചെയ്യുന്ന ചെറുതും വലുതുമായ സംഭാവനകൾ, ഭൗതികവും ആത്മീയവുമായ മേഖലകളിൽ അവർ സഭയ്ക്ക് നൽകുന്ന കൈത്താങ്ങലുകൾ, ഇതൊന്നും നാം വിസ്മരിച്ചുകൂടാ. പ്രവാസികളെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ പ്രവാസികളായ സ്ത്രീകളുടെ പങ്ക് എത്രയോ വലുതാണ് എന്ന് നാം ഓർക്കണം. കാരണം പ്രവാസികളായ സ്ത്രീകളാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ അധ്വാനിക്കുന്നതും ധനം സമ്പാദിക്കുന്നതും. പലപ്പോഴും സഭയുടെ ഓരോരോ ആവശ്യങ്ങൾക്കായി, പ്രോജക്റ്റുകൾക്കായി പ്രവാസി ഭവനങ്ങളിൽ
അടിക്കടി പണപ്പെരുവിന് ചെല്ലുമ്പോൾ അവർ നിശ്ചയമായും കൊടുക്കും. പക്ഷേ ഇത് ആരുടെ അധ്വാനഫലമാണ് എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. തങ്ങൾ നിശ്ചയിച്ച അത്രയും തുക തന്നെ ഈ ഭവനത്തിൽ നിന്നും ലഭിച്ചിരിക്കണം എന്ന് ശഠിക്കുന്നത് ശരിയല്ല. അതിന് അവരെ നിർബന്ധിക്കുവാനും പാടില്ല. അഥവാ അവർ നൽകിയത് കുറഞ്ഞുപോയാൽ പോലും അത് തങ്ങളുടെ പെരുമാറ്റത്തിലോ ശരീരഭാഷയിലോ പ്രകടിപ്പിക്കുവാനും പാടില്ല. അങ്ങനെ ചെയ്യരുത്. നമുക്കറിയാം, ചില ഭവനങ്ങളിലെങ്കിലും പുരുഷന്മാർക്ക് ജോലി പോലും കാണുകയില്ല. അവിടെ സ്ത്രീയുടെ ഒരൊറ്റ വരുമാനത്തിൽ നിന്നാണ് ഭവനത്തിൻ്റെ ചിലവുകൾ, കുട്ടികളെ പോറ്റണം, അവരുടെ വിദ്യാഭ്യാസം, ആശുപത്രി ചിലവുകൾ, നാട്ടിലെ 2 ഭവനങ്ങളിലുമുള്ള മാതാപിതാക്കളെ കരുതേണ്ടത്, അങ്ങനെ എത്ര ചിലവുകൾ. ഞാനിതിവിടെ പരാമർശിച്ചത് ഈ പ്രവാസി ഞായർ ദിവസം നാം ഈ സ്ത്രീകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത പറയുവാനാണ്. പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥനയ്ക്ക് വളരെ ഫലമുണ്ട്. ഈ സ്ത്രീകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അവരുടെ മനസ്സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ശരിയായിട്ടുള്ള റെസ്റ്റ് അവർക്ക് ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കണം. അവരുടെ സന്തോഷത്തിനായി പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും ഭവനം നടത്തിക്കൊണ്ടു പോകുവാനുള്ള ദൈവിക കൃപകൾക്കായി പ്രാർത്ഥിക്കണം. ഇത് ഞാൻ പറഞ്ഞതിന് വേറൊരു കാരണം കൂടെയുണ്ട്. ഇന്നത്തെ നമ്മുടെ വേദവായനാ പാഠങ്ങളിൽ 2 സ്ത്രീകളുമുണ്ട്. ഒന്ന് പരിശുദ്ധയായ കന്യകമറിയാം. 2 പഴയ നിയമത്തിലുള്ള ഒരു സ്ത്രീയാണ്, ഹന്ന. 1 സാമുവേൽ ചാപ്റ്റർ 2. അവിടെ ഹന്നായെ നാം കാണുന്നത് മക്കളില്ലാത്ത ഒരു സ്ത്രീയായിട്ടാണ്. ഈ 2 സ്ത്രീകളെയും ഇന്ന് നാം പഠിക്കുമ്പോൾ അവരുടെ പൊതുവായ ചില കാര്യങ്ങൾ, അവർ ഭവനത്തിലും സമൂഹത്തിലും വളരെയധികം വെല്ലുവിളികൾ നേരിട്ടവരാണ്, മനപ്രയാസം അനുഭവിച്ചവരാണ്, തെറ്റിദ്ധാരണകൾ ഏറ്റവരാണ്, അപമാനങ്ങൾ, അപവാദങ്ങൾ ഇവയേറ്റവരാണ്. ഇവരിതൊക്കെ അനുഭവിച്ചപ്പോഴും അവരിലുണ്ടായിരുന്നത് ദൈവകൃപയാണ്. അവർ ദൈവത്തെ അഭയം പ്രാപിച്ചു. ദൈവം തൻ്റെ കൃപ ധാരാളമായി അവരുടെ മേൽ ഒഴുക്കി. ദൈവകൃപ പ്രാപിച്ച അവർ സന്തോഷത്താൽ ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടുകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാം. ഒന്ന് കന്യാമറിയാമിൻ്റെ പാട്ട്, മാഗ്നിഫിക്കാറ്റ്. ദ മാഗ്നിഫിക്കാറ്റ് എന്ന് പറയുന്ന കന്യാമറിയാമിൻ്റെ പാട്ട്, അത് നാം കാണുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ്. ഹന്നായുടെ പാട്ട് നാം കാണുന്നത് 1 സാമുവേൽ ചാപ്റ്റർ 2 വേഴ്സസ് 1 to 10. എന്താണ് ഈ ഹന്നായ്ക്ക് പറ്റിയത്? എൽക്കാനായുടെ 2 ഭാര്യമാരിൽ ഒരാളായിരുന്നു ഈ ഹന്ന. മറ്റേ ഭാര്യയായ പെനിന്നായിക്ക് മക്കളുണ്ടായിരുന്നു. ഈ പെനിന്ന നിമിത്തം ഈ ഹന്നായിക്ക് വളരെയധികം മനപ്രയാസം നേരിടേണ്ടി വന്നു. അത് നാം ചാപ്റ്റർ 1 വേഴ്സ് 7 നമുക്ക് കാണുവാൻ കഴിയും. ഹന്നായുടെ പ്രതിയോഗി പെനിന്ന അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. ഹന്ന യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും പെനിന്ന അങ്ങനെ ചെയ്തു പോന്നു. യെരുസലേം ദേവാലയത്തിൽ പ്രാർത്ഥിപ്പാനായി ഹന്ന പോകും. തനിക്കൊരു സന്തതിയെ തരണമേ എന്ന് പ്രാർത്ഥിക്കാനായിരിക്കും ഹന്ന പോകുന്നത്. ഓരോ വർഷവും ഇങ്ങനെ പോകുമ്പോഴും ഈ പെനിന്ന അവളെ വ്യസനിപ്പിക്കും. എന്തെങ്കിലുമൊക്കെ കുത്തുവാക്ക് പറയുമായിരിക്കും. പെനിന്ന അവളെ മുഷിപ്പിച്ചത് കൊണ്ട്
അവൾ കരഞ്ഞു പട്ടിണി കിടന്നു. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്നേ, നീ എന്തിന് കരയുന്നു? എന്തിന് പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്ത്? ഇങ്ങനെ ഭർത്താവ് ചോദിക്കത്തക്കവണ്ണം അവൾ അത്രമാത്രം വ്യസനിച്ചിരുന്നു. എന്താണ് ഈ ഹന്നായ്ക്ക് സംഭവിച്ചത്? ദൈവസന്നിധിയിൽ ഹന്ന തൻ്റെ സങ്കടം പകർന്നു. അവൾക്ക് ഒരു മകൻ ജനിച്ചു. അവനാണ് ശമൂവേൽ. ശമൂവേൽ എന്ന തൻ്റെ മകനെയും കൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഓടുകയാണ് ഹന്ന. കാരണം അവൾ ദൈവത്തോട് പറഞ്ഞിരുന്നു, നീ എനിക്കൊരു മകനെ തരികയാണെങ്കിൽ ഞാനത് നിനക്ക് തിരിച്ചു തരും. നിന്റെ വേലയ്ക്കായി നിന്റെ ആലയത്തിലേക്ക് ഞാൻ അവനെ നൽകും. അങ്ങനെ ഹന്ന ശമൂവേൽ ബാലനെയും കൊണ്ട് ദേവാലയത്തിലേക്ക് ചെല്ലുന്നു. അവിടെ ഏലി പുരോഹിതൻ്റെ പക്കൽ മകനെ ഏൽപ്പിച്ചിട്ട് അവൾ പാടുന്നതാണ് നമുക്ക് ഇന്ന് ആദ്യത്തെ വചനപാഠമായി പഠിക്കുവാനുള്ളത്. ഞാൻ വായിക്കുന്നു. അനന്തരം ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു, എൻ്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു, നിന്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. യഹോവയെപ്പോലെ പരിശുദ്ധനില്ല, നീയല്ലാതെ ഒരുത്തനുമില്ലല്ലോ. നമ്മുടെ ദൈവത്തെ പോലെ ഒരു പാറയുമില്ല. ഡംഭിച്ച് ഇനി സംസാരിക്കരുത്. നിങ്ങളുടെ വായിൽ നിന്ന് അഹങ്കാരം പുറപ്പെടരുത്. യഹോവ ജ്ഞാനമുള്ള ദൈവം. അവൻ പ്രവൃത്തികളെ തൂക്കി നോക്കുന്നു. വീരന്മാരുടെ വില്ല് ഒടിഞ്ഞു പോകുന്നു. ഇടറിവരോ ബലം പ്രാപിക്കുന്നു, ബലം ധരിക്കുന്നു. സമ്പന്നർ ആഹാരത്തിനായി കൂലിക്ക് നിൽക്കുന്നു. വിശന്നവർ വിശ്രമം പ്രാപിക്കുന്നു. മച്ചി 7 പ്രസവിക്കുന്നു, പുത്രസമ്പന്നയോ ക്ഷയിച്ചു പോകുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇതൊക്കെയും ലോകത്തിൽ സംഭവിക്കുന്നതാണ്. ദൈവകൃപയുള്ളവർക്ക്, അതായത് മച്ചി എന്നവൾക്ക് ദൈവകൃപയുണ്ടെങ്കിൽ മച്ചി 7 പ്രസവിക്കും. അതേസമയം ദൈവകൃപയില്ലാത്ത പുത്രസമ്പന്നയോ ക്ഷയിച്ചു പോകുന്നു. ഇവിടെ ഹന്ന ഈ പാട്ട് പാടുമ്പോൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം പരിശുദ്ധനും ശക്തിമാനുമാണെന്നും ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാൻ കഴിവുള്ളവനാണെന്നും മനുഷ്യൻ്റെ സാഹചര്യങ്ങളെ രൂപാന്തരപ്പെടുത്തി അവരിൽ ഇടപെട്ട് അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ് എന്നാണ് ഹന്ന ഈ പാട്ടിൽ ഊന്നിപ്പറയുന്നത്. വേഴ്സ് 6, യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നു, പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ. ഭൂധരങ്ങൾ യഹോവയ്ക്കുള്ളവ, ഭൂമണ്ഡലത്തെ അവയുടെ മേൽ വച്ചിരിക്കുന്നു. തൻ്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു. ദുഷ്ടന്മാർ അന്ധകാരത്തിൽ മിണ്ടാതെയാകുന്നു. സ്വശക്തിയാൽ ഒരുത്തനും ജയിക്കയില്ല. യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകുന്നു. അവൻ ആകാശത്ത് നിന്ന് അവരുടെ മേൽ ഇടിവെട്ടിക്കുന്നു. യഹോവ ഫൂസ്യമാവാസികളെ വിധിക്കുന്നു. തൻ്റെ രാജാവിന് ശക്തി കൊടുക്കുന്നു. തൻ്റെ അഭിഷക്തൻ്റെ കൊമ്പ് ഉയർത്തുന്നു. എത്ര നല്ല ഒരു സ്തോത്രഗാനമാണ് ഹന്ന പാടിയിരിക്കുന്നത്. അതെത്രമാത്രം മാധുര്യമുള്ള പാട്ടാണ് എന്ന് മനസ്സിലാക്കുവാൻ ഞാനതൊന്നുകൂടെ വായിക്കാം. How I rejoice in the Lord. How he has blessed me. Now I have an answer for my enemies. For the Lord has solved my problem. How I rejoice. No one is as holy as the Lord. There is no other God.
nor any rogue like our God. Quit acting so proud and arrogant. The Lord knows what you have done, and He will judge your deeds. Those who were mighty and mighty, those who are mighty, or those who were mighty are mighty no more. ദൈവത്തിൻ്റെ ശക്തിയാലാണ് ഇത് സംഭവിക്കുന്നത്. ബലവാൻ തൻ്റെ ബലത്തിൽ ആശ്രയിക്കരുത്. ദൈവത്തെ കൂടാതെ ജീവിക്കുന്നവന് അവൻ ബലഹീനനായി പോകും. തനിക്ക് ബലം നൽകിയത് ദൈവമാണ് എന്നുള്ള ചിന്ത ബലവാനുണ്ടായിരിക്കണം. Those who were mighty are mighty no more. Those who were weak are now strong. Those who were well are now starving. Those who were starving are now fed. The barren woman now has 7 children. She with many children has no more. The Lord kills, the Lord gives life. Some He causes to be poor and others to be rich. He cuts one down, He lifts another up. He lifts the poor from the dust, yes, from a pile of ashes, and treats them as princes sitting in the seats of honor. For all the earth is the Lord's, and He has set the world in order. He will protect His godly ones, but the wicked shall be silenced in darkness. No one shall succeed by strength alone. Those who fight against the Lord shall be broken. He thunders against them from heaven. He judges throughout the earth. He gives mighty strength to His king. He gives great glory to His anointed one. ഇനി കന്യകമറിയാമിൻ്റെ പാട്ട് ദൈവം അനുവദിച്ചാൽ അടുത്ത ഞായറാഴ്ച നമുക്ക് പഠിക്കാം. അങ്ങനെ ഒരു പാട്ട് പാടുവാൻ എന്താണ് കന്യകമറിയാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം പഠിക്കുന്നത്. വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ഗബ്രിയേൽ ദൂതൻ കന്യകമറിയാമിൻ്റെ അടുത്ത് വന്ന് ദൈവത്തിൻ്റെ സന്ദേശം കൈമാറുന്നു. അനൗൺസിയേഷൻ ടു വെർജിൻ മേരി, അല്ലെങ്കിൽ മേരീസ് വെർജിനൽ കൺസെപ്ഷൻ ഓഫ് ജീസസ്. നമുക്ക് വായിക്കാം എന്താണ് അവിടെ സംഭവിച്ചത് എന്ന്. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രയത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള ജോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. മറിയം ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്തോ ഒരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയമേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. മറിയം ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മറിയം, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി.
നസ്രയത്തിൽ പാർക്കുന്ന ഒരു ബാലികയുടെ അടുത്ത്, കന്യക മറിയാമിൻ്റെ അടുത്ത് വന്ന് ദൂതൻ പറയുകയാണ്, കന്യക മറിയാം ദൈവത്തിൽ വിശ്വസിച്ചവളായിരുന്നു, ആലയത്തിൽ വളർത്തപ്പെട്ടവളായിരുന്നു, ദൈവത്തിൽ തൻ്റെ ആശ്രയം വെച്ചവളായിരുന്നു. ദൈവദൂതൻ എപ്പോൾ വേണമെങ്കിലും സന്ദർശിക്കാം, ദൈവം എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാം. അങ്ങനെ ഒരു അവസ്ഥ മനുഷ്യനുണ്ടാകുന്നത് അവന് അല്ലെങ്കിൽ അവൾക്ക് ദൈവത്തോടുള്ള അടുപ്പം എത്രമാത്രം കൂടുതലാണോ അതനുസരിച്ചായിരിക്കും. അതിപ്പോഴും സംഭവിക്കാം. നാം ദൈവത്തോടടുത്ത് ചെല്ലുമ്പോൾ ദൈവം നമ്മോടടുത്ത് വരും. ദൈവം നമ്മോട് നേരിട്ട് സംസാരിക്കും, നമ്മെ ഓമനപ്പേർ ചൊല്ലി വിളിക്കും. ദൂതനെ വേണമെങ്കിൽ ദൂതനെ അയക്കും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. കന്യക മറിയമിനോട് ദൈവദൂതൻ സംസാരിച്ചത് അവൾ എങ്ങനെയാണ് ഉൾക്കൊണ്ടത്? അവൾ പറയുകയാണ്, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല, പിന്നെ ഇതെങ്ങനെ സംഭവിക്കും? ദൈവസന്നിധിയിൽ കന്യാവ്രതത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം നിയമിക്കപ്പെട്ടവളായിരുന്നു, അല്ലെങ്കിൽ ആഗ്രഹിച്ചവളായിരുന്നു കന്യക മറിയാം. അവളുടെ ആഗ്രഹം ദൈവം മാനിച്ചു. എത്ര ചെറിയവളെങ്കിലും, ബലഹീനയെങ്കിലും, സ്ത്രീയെങ്കിലും നമ്മുടെ ഹൃദയത്തിൻ്റെ അഭിലാഷം, ആഗ്രഹം ദൈവം സാധിപ്പിക്കും. നീ പുരുഷനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ദൈവത്തിൻ്റെ ആ നിശ്ചയം നിന്നിൽ കൂടെയാണ് നിറവേറാൻ പോകുന്നത്. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലല്ലോ. വേർജിനൽ കൺസെപ്ഷനാണ് അവിടെ നടന്നത്. മറിയയെ ദൈവം മാനിച്ചു. മറിയ ദൂതനോട് പറയുകയാണ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. ദൂതൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഈ സംഭവം സംഭവിക്കുന്നത് എന്ന്. ദൂതൻ പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. എന്താണ് നാം ഈ കേൾക്കുന്നത്? ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ പ്രത്യക്ഷനാകുവാൻ ദൈവം തിരഞ്ഞെടുത്ത വഴി. അതെത്ര അത്ഭുതമാണ്. മനുഷ്യ മനസ്സുകൾക്ക്, അവൻ്റെ ചിന്തകൾക്ക്, അവൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ. ഒരു സ്ത്രീയെ, ഒരു ബാലികയെ എങ്ങനെയാണ് ദൈവം മാനിച്ചത്? അതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. ദൈവകൃപയ്ക്ക് നാം എങ്ങനെ പ്രതികരിക്കണം എന്നാണ് കന്യക മറിയാം സ്വജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ചത്. ഇക്കാര്യത്തിൽ കന്യക മറിയാം മറ്റെല്ലാ സ്ത്രീകൾക്കും ഒരു മാതൃകയാണ്, എ റോൾ മോഡൽ. She is a role model for all women in this respect and a perfect example of holiness. ഈ കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ അടുത്ത വചനപാഠം, The Book of Romans, chapter 12, verses 1 and 2. വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ റോമിലെ വീണ്ടും ജനനം പ്രാപിച്ച അഥവാ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച സഭാജനങ്ങളോട് പറയുകയാണ്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും
ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിത ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേൻ. എത്ര നല്ലൊരു പ്രബോധനമാണ് സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. How to respond to God's mercy? How? By living as a living sacrifice and offering your body as worship. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം. Jesus himself is the mercy of God to us. Mercy of God made human. യേശുക്രിസ്തുവിൽ ദൈവകൃപയാണ് നമ്മളിലേക്ക് ഒഴുകിയത്. യേശുക്രിസ്തുവിനെ നാം സ്വീകരിക്കുമ്പോൾ സാക്ഷാൽ ദൈവമാണ് നമ്മിൽ വസിക്കുന്നത്. ദൈവം വസിക്കുന്ന നമ്മുടെ ശരീരം അത് വിശുദ്ധമായിരിക്കണം. നാം ജീവിക്കേണ്ടത് നമ്മുടെ ശരീരങ്ങളെ ആരാധനയായി സമർപ്പിച്ചുകൊണ്ടാണ്. ഓഫറിങ് അവർ ബോഡീസ് ആസ് വർഷിപ്പ്. ജീവിക്കേണ്ടത് ജീവനുള്ള യാഗമായിട്ടാണ്. ലിവിങ് ആസ് എ ലിവിങ് സാക്രിഫൈസ്, ഹോളി ആൻഡ് പ്ലീസിങ് ടു ഗോഡ്. ദൈവം വസിക്കുന്ന ശരീരം അതെത്രമാത്രം വിശുദ്ധമായിരിക്കണം. വിശുദ്ധമായ വസ്തുക്കളാണ് നാം യാഗമർപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് നമ്മുടെ ശരീരം തന്നെ നാം യാഗമായി അർപ്പിക്കുമ്പോൾ അത് ദൈവത്തിന് പ്രസാദകരമാകണം, വിശുദ്ധമാകണം. ദൈവഹിതം നാം മനസ്സിലാക്കണം. Understanding what God wants and how he wants it. പൗലോസ്ലീഹ തുടർന്ന് പറയുന്നു, Do not conform any longer to the pattern of this world, but be transformed by the renewing of your mind. ഈ ലോകത്തിന് അനുരൂപപ്പെടുവാൻ പാടില്ല. ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതികൾക്ക് നാം അനുരൂപപ്പെടുവാൻ പാടില്ല. തിന്മയോടും മ്ലേച്ഛതയോടും അശുദ്ധിയോടും അന്യായങ്ങളോടും നമുക്ക് അനുരൂപപ്പെട്ട് ജീവിക്കുവാൻ സാധ്യമല്ല. നാം അങ്ങനെ ചെയ്യരുത്. കാരണം ദൈവം വസിക്കുന്ന നമ്മുടെ ശരീരം അത് വിശുദ്ധമായിരിക്കണം. ദൈവത്തിന് എപ്പോഴും പ്രസാദമുള്ള യാഗം അർപ്പിക്കുന്നത് പോലെ ഒരു ജീവനുള്ള യാഗമായി വേണം നാം നടക്കേണ്ടത്, ജീവിക്കേണ്ടത്, ചരിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. ഹോശേയ പ്രവാചകൻ പറയുകയാണ്, ദൈവത്തിൻ്റെ വാക്കായി പറയുകയാണ്, യാഗത്തിലല്ല ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു. For I desire steadfast love and not sacrifice, the knowledge of God rather than burnt offerings. ഹോമയാഗത്തേക്കാൾ എനിക്ക് വേണ്ടത് ദൈവപരിജ്ഞാനമാണ്. ദൈവത്തെ പറ്റിയുള്ള നിങ്ങളുടെ ആ ബോധം, ദൈവബോധത്തിൽ വേണം നിങ്ങൾ ജീവിക്കേണ്ടത്. അതുപോലെ സ്റ്റെഡ്ഫാസ്റ്റ് ലവ് ദൈവം ആഗ്രഹിക്കുന്നു. God desires an internal commitment and character, transformation over the external rituals. ബാഹ്യമായ നമ്മുടെ അനുഷ്ഠാനങ്ങളൊക്കെയും ഈ ഒരു കാര്യം സാധ്യമാക്കുന്നില്ല എങ്കിൽ അതൊക്കെ വൃഥാ പ്രയത്നങ്ങളാണ്. നാം ചില റിച്വൽസ് ഒക്കെയും ചെയ്തിട്ട്
ഐ ആം ഡൂയിങ് ദ റൈറ്റ് തിങ്. ഇനി ദൈവമാണ് അതിനുള്ള മറുപടി തരേണ്ടത് എന്നുള്ള ബോധത്തോടെ അങ്ങ് നടക്കുകയാണ്, ജീവിക്കുകയാണ്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം പറയുന്നു, വാക്ക് വിത്ത് മീ. ദൈവത്തോടൊപ്പം നാം സഞ്ചരിക്കണം. വാക്ക് വിത്ത് ഗോഡ്. ആൻഡ് യുവർ റിലേഷൻഷിപ്പ് ഷുഡ് ബി എ വൈബ്രന്റ് റിലേഷൻഷിപ്പ്. ദൈവമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ്, ആ ബന്ധം, അത് മുറിയാതെ നാം കാത്തു സൂക്ഷിക്കണം. അതൊരു വൈബ്രന്റ് റിലേഷൻഷിപ്പ് ആയിരിക്കണം. ഇന്നത്തെ കീ വേർഡ്സ് ഞാൻ എടുത്തിരിക്കുന്നതും ഈ വചനപാഠത്തിൽ നിന്നാണ്. റോമൻസ് 12:1. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. പ്രസന്റ് യുവർ ബോഡീസ് ആസ് എ ലിവിങ് സാക്രിഫൈസ്, ഹോളി ആൻഡ് അക്സെപ്റ്റബിൾ ടു ഗോഡ്, which is your spiritual worship. ഇനി നമുക്ക് നോക്കാം നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം എന്താണ് എന്നുള്ളത് അടുത്ത വചനപാഠത്തിൽ നിന്നും. ഗലേഷ്യൻസ് chapter 4 verses 1-7. ഈ പ്രവാസി ഞായർ ദിനത്തിൽ നാം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവമക്കളായ നാം ഈ ഭൂമിയിൽ ആരാണ് എന്നുള്ളത്. എന്ത് വ്യക്തിത്വമാണ് നമുക്ക് ഈ ഭൂമിയിലുള്ളത് എന്ന്. നാം ഈ ഭൂമിയിൽ പ്രവാസികളാണ്, പരദേശികളാണ്. വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ അതിൻ്റെ 4-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഒരു അവസ്ഥയെപ്പറ്റിയാണ് സംസാരിച്ചിരിക്കുന്നത്. അതായത്, ആദ്യം നാം ശിശുക്കളായിരുന്നപ്പോൾ, അഥവാ നമ്മുടെ അജ്ഞാനകാലത്ത് നാം മനസ്സിലാക്കിയിരുന്നില്ല നാം ആരാണ് എന്നുള്ളത്. പക്ഷേ കാലസമ്പൂർണതയിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ നാം അവനിൽ ദൈവത്തിൻ്റെ പുത്രന്മാരായി മാറി. അബ്ബാ പിതാവേ എന്ന് നമ്മുടെ ദൈവത്തെ വിളിക്കുവാൻ തക്കവണ്ണം ഉള്ള ആ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകി. ഇപ്പോൾ നാം ദൈവമക്കളാണ്. അതുകൊണ്ടാണ് നമ്മുടെ ദൈവത്തെ നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ദൈവത്തിൻ്റെ അവകാശികളാക്കി ദൈവം നമ്മെ തീർത്തിരിക്കുകയാണ്. നമുക്ക് വായിക്കാം. അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളിൻ കീഴ് അടിമപ്പെട്ടിരുന്നു. ഇവിടെ ശിശുക്കൾ എന്ന് പറയുന്നത് നാം അജ്ഞരായിരുന്നപ്പോൾ എന്ന അർത്ഥമാണ്, അല്ലാതെ കുഞ്ഞായിരുന്നപ്പോൾ എന്നുള്ള അർത്ഥമല്ല. നാം ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളിൻ കീഴ് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം യേശുക്രിസ്തുവിനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങി നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. യേശുക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്താലാണ്, തൻ്റെ രക്തം കൊടുത്തിട്ടാണ് പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളിൻ കീഴിൽ നിന്നും നമ്മെ അവൻ വിലയ്ക്ക് വാങ്ങിയത്. വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു.
അങ്ങനെ നാം ഇനി ദാസന്മാരല്ല, പുത്രന്മാരത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു. നാം ഒരിക്കൽ അടിമകളായിരുന്നു. യേശുക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് പാപത്തിൻ്റെ അടിമകൾ. പാപമായിരുന്നു നമ്മുടെ മേൽ കർത്തൃത്വം നടത്തിയിരുന്നത്. We were under the law with which the guardians and managers enslaved us to the elementary principles of this world. ഈ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളിൻ കീഴ് അവർ നമ്മെ അടിമപ്പെടുത്തിയിരുന്നു. Our life was insignificant and unimportant. We were not seen or known. These false identities enslaved us. നാം അന്ന് തികച്ചും അപ്രസക്തരായിരുന്നു. നമുക്ക് യാതൊരു വ്യക്തിത്വവും ഇല്ലായിരുന്നു. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതായിരുന്നു, അറിയേണ്ടതായിരുന്നു. പക്ഷേ നാം അത് ഗൗനിച്ചില്ല, മനസ്സിലാക്കുവാൻ കൂട്ടാക്കിയില്ല. എന്താണത്? God had given us dominion and identities as His image bearers. ദൈവം നമ്മെ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അധികാരവും വ്യക്തിത്വവും എല്ലാം അവൻ നമുക്ക് നൽകിയിരിക്കുകയാണ്. This was our identity in the first place, but we did not understand it. We didn't take it seriously. ഇത് നാം ഗൗരവമായി എടുത്തില്ല. We neglected it, and Satan took advantage of it. Over the course of generation, God consistently tries to reclaim our identity and show us who we really are. എന്താണ് ദൈവം ചെയ്തത്? യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. ആ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നാം ആ ദൈവഭവനത്തിലേക്ക് ദത്തെടുക്കപ്പെടുകയാണ് ഉണ്ടായത്. അതായത് യേശുക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്താൽ, അവൻ്റെ ജീവനാൽ, അവൻ്റെ ജീവൻ നമുക്ക് മറുവിലയായി തന്ന് അവൻ നമ്മെ പാപത്തിൽ നിന്ന് വിടുവിച്ചു. നാം മരിക്കേണ്ട സ്ഥാനത്ത് അവൻ മരിച്ചു. അവനിലെ വിശ്വാസത്താൽ നാം ആ ദൈവഭവനത്തിലേക്ക് ദത്തെടുക്കപ്പെടുകയാണ് ഉണ്ടായത്. അതായത് God sent His Son to redeem, that we might receive adoption as sons and daughters. Now we are adopted sons and daughters of God. ഇതേ കാരണത്താൽ നാം അവകാശികളായി മാറി. ദൈവത്തിൻ്റെ അവകാശികളും യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. Heirs of God and co-heirs with Jesus Christ. He gave us a new name and identity. He redeemed us into His royal family. So now we are a chosen generation. തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് നാം. റോയൽ പ്രീസ്റ്റ്ഹുഡ്, രാജപുരോഹിത വർഗമാണ്. ഹോളി നേഷൻ, വിശുദ്ധ വംശമാണ്. ഹിസ് ഓൺ സ്പെഷ്യൽ പീപ്പിൾ, അവൻ്റെ സ്വന്തം ജനമാണ്. ഇതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരാത്തവർ വരുവാൻ ആഗ്രഹിക്കണം. ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭ്യമാക്കിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിലെ സന്തോഷം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവ് പിതാവാം ദൈവത്തെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും നമ്മെ പ്രാപ്തരാക്കുന്നു. സോ വി ക്രൈ ഔട്ട്, അബ്ബാ ഫാദർ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഈ പുതിയ ഐഡന്റിറ്റി പ്രാപിക്കാത്തവർ ഈ ഭൂമിയിലുള്ളത് മാത്രം ചിന്തിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. We ought to feel like aliens and strangers in this world. നാം അന്യന്മാരും പരദേശികളുമെന്ന് ഈ ലോകത്തിൽ നമുക്ക് തോന്നണം. We can't live
as if we are very much at home in this world. പണ്ട് ദാവീദ് രാജാവ് ദൈവത്തിന് ഒരു ആലയം പണിയുവാൻ തീരുമാനിച്ച് സാധന സാമഗ്രികൾ സ്വരൂപിക്കുന്നതിനെപ്പറ്റി സംസാരിക്കുകയിൽ ദൈവത്തോട് പറഞ്ഞിരിക്കുന്നത് കേൾക്കേണ്ടതാണ്. വളരെ ശ്രദ്ധേയമാണ്. ഞങ്ങൾ നിന്റെ മുമ്പാകെ ഞങ്ങളുടെ സകല പിതാക്കന്മാരെയും പോലെ അതിഥികളും പരദേശികളുമാകുന്നു. ഭൂമിയിൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒരു നിഴൽ പോലെയത്രേ, യാതൊരു സ്ഥിരതയുമില്ല. For we are aliens and transients or sojourners before you, as were all your ancestors. Our days on the earth are like a shadow, and there is no hope. 1 Chronicles chapter 29 verse 15. വീണ്ടും നാം കാണുന്നു എബ്രായ ലേഖനത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രാപിച്ച നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നു. ഓൾഡ് ടെസ്റ്റ്മെന്റ് ഫാദേഴ്സ്, ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 13. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. These people all died sustained by their faith, but not having received the tangible fulfillment of God's promises, only having seen it and greeted it from a great distance by faith, and all the while acknowledging and confessing that they were strangers and temporary residents and exiles upon the earth. പത്രോസ്ലീഹ നമ്മോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ നിങ്ങളുടെ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ എന്ന്. So if you call God your Father, live your time as temporary residents on earth in fear. If you invoke as Father the one who judges all people impartially according to their deeds, live in reverent fear during the time of your exile. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം എന്നത് യേശുക്രിസ്തു ദൈവകൃപയായി കന്യകമറിയാമിൽ വന്നതുപോലെ നമ്മിലും വന്നപ്പോൾ നമുക്ക് ലഭിച്ച ദൈവമക്കൾ എന്ന പദവിയാണ്. നമ്മുടെ ഈ ഭൂമിയിലെ നടപ്പ് ജീവനുള്ള യാഗങ്ങൾ ആയിട്ടാണ്. വിശുദ്ധിയും ദൈവപ്രസാദവുമുള്ള യാഗം. അങ്ങനെ നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ പ്രവാസികളാണ്. എക്സൈൽസ്, സൊജേണേഴ്സ്, സ്ട്രേഞ്ചേഴ്സ്. നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവിനെ കാത്ത് ആ ദൈവരാജ്യവാസത്തിനായി ഒരുങ്ങാം. May the grace of our Lord Jesus Christ be with you till we meet again with yet another episode. I bless you in Jesus' name. Amen.